ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 3 പറഞ്ഞിരുന്ന പ്രിസംഷനാണെന്ന് തോന്നുന്നു. പ്രിസംഷൻസ് ഷാൽ പ്രസ്യൂം, മേ പ്രസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ്, പിന്നെ 4 പ്രൂവ്ഡ്, നോട്ട് പ്രൂവ്ഡ്, ഡിസ്പ്രൂവ്ഡ്. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാറ്റിയിട്ട് അതെല്ലാം കൂടി സെക്ഷൻ 2 കൊണ്ടുവന്നു. അതാണ് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം. ഇപ്പോൾ 167 സെക്ഷനുള്ളത് ഇപ്പോൾ 170 സെക്ഷനാണുള്ളത്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ ഇൻക്ലൂഷനാണ് പിന്നെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളത്. അത് ഡോക്യുമെൻ്ററി എവിഡൻസ് വരുമ്പോൾ നോക്കാം. ഇന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ 5 തുടങ്ങി 16 വരെയുള്ള സെക്ഷൻസ് നമുക്കൊന്ന് വെറുതെ ഒന്ന് വായിച്ച ഇലിസ്ട്രേഷൻസും വായിച്ച് പോവാം. എന്നിട്ട് മനസ്സിലാവുമെന്ന് നോക്കാം. മനസ്സിലാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സെക്ഷൻ 5 പറയണത് എന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ 5 എവിഡൻസ് ആക്ടിലെ ഏറ്റവും കാതലായിട്ടുള്ള സെക്ഷൻ. എവിഡൻസ് മേ ബി ഗിവൺ ഓഫ് എവരി ഫാക്ട് ഇൻ ഇഷ്യൂ ആൻഡ് ഓഫ് സച്ച് അതർ ഫാക്ട്സ് ആസ് ആർ ഹിയറിൻആഫ്റ്റർ ഡിക്ലെയർഡ് ടു ബി റെലവൻറ്റ്. എന്നിട്ട് അവസാനം പറയാം ആൻഡ് ഓഫ് നോ അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ട് ഇൻ ഇഷ്യൂയെക്കുറിച്ച് എവിഡൻസ് മേ ബി ഗിവൺ ഓഫ് എവരി ഫാക്ട് ഇൻ ഇഷ്യൂ. ഫാക്ട് ഇൻ ഇഷ്യൂയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, എന്നാലും കുറേ ദിവസം മറന്നുപോയിട്ടുണ്ടാവും. ഫാക്ട് ഇൻ ഇഷ്യൂവിന് മലയാളത്തിൽ പറയുക വിവാദ വസ്തുത എന്നാണ്. ഏറ്റവും ചുരുക്കത്തിൽ നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജഡ്ജ്മെൻറ്റ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ പോയിൻറ്റ്സ് ടു ബി ഡിറ്റർമിൻഡ് എന്നും പറഞ്ഞ് എല്ലാ ജഡ്ജ്മെൻറ്റ്സിലും ഉണ്ടാവും. ഈ കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഈ കേസിലൊരു തീരുമാനം വരും. ഇപ്പോൾ സിവിൽ കേസിലാണെങ്കിൽ പ്ലെയിൻ്റെ ഉണ്ടാവും, റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ പ്ലെയിനും റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റും വന്നു കഴിയുമ്പോൾ കോടതി പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോയെന്നറിയില്ല, അഡ്വക്കേറ്റ്സ് ഡ്രാഫ്റ്റ് ഇഷ്യൂ തരാൻ പറയും. ഡ്രാഫ്റ്റ് ഇഷ്യൂ കോടതിക്ക് കൊടുക്കണം, അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ പ്ലെയിനും റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റും വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇതിൽ ഡിസ്പ്യൂട്ട് വരുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചാലാണ് ഈ കേസിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ കേസിൽ പ്ലെയിൻ്റെ ഉണ്ട്, റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് രണ്ടും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ പൈസ മേടിച്ചു, പ്രോനോട്ട് എഴുതി കൊടുത്തു, പൈസ തന്നിട്ടുള്ള സിമ്പിൾ കേസാണെന്ന് വിചാരിക്കും. അയാൾ അതിൻ്റെ എതിരാളി വന്നിട്ട് പറയണം ഞാൻ പൈസ മേടിച്ചിട്ടില്ല, ഞാൻ പ്രോനോട്ട് കൊടുത്തിട്ടില്ല, തിരിച്ചു കൊടുക്കാനുമില്ല എന്ന് പറയുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ തീരുമാനിക്കണം. പൈസ മേടിച്ചിട്ടുണ്ടോ, പ്രോനോട്ട് കൊടുത്തിട്ടുണ്ടോ, തിരിച്ചു കൊടുത്തിട്ടുണ്ടോ. ഇതാണ് അതിലെ ഫാക്ട് ഇൻ ഇഷ്യൂ. അത് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും ഫാക്ട് ഇൻ ഇഷ്യൂ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കേസിൽ തീരുമാനത്തിലെത്താനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെ തീരുമാനിക്കണോ അതാണ് ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ഫാക്ട് ഇൻ ഇഷ്യൂയെ സഹായിക്കുന്ന മറ്റു കുറേ ഘടകങ്ങളുണ്ട്, അതിനെയാണ് റെലവൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെലവൻറ്റ് ഫാക്ട് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ റെലവൻസി ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്ന 5 തുടങ്ങി ഇങ്ങോട്ട് വരുന്നതെല്ലാം 55 വരുന്നതെല്ലാം റെലവൻറ്റ് ഫാക്ട്സ് ആണ്. അപ്പോൾ 5 to 55 നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെലവൻറ്റ് ഫാക്ട് പഠിക്കുക എന്ന് വെച്ചാൽ അതിൽ ഏതിലെങ്കിലും വന്നാലും മതി, നമുക്ക് റെലവൻറ്റ് ഫാക്ട് എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പോകണ്ട, ഇതിലേതെങ്കിലും വരുമോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ സെക്ഷൻ 5 പറയുന്നത് എന്താണ്? എവിഡൻസ് മേ ബി ഗിവൺ ഓഫ് എവരി ഫാക്ട് ഇൻ ഇഷ്യൂ. ഇപ്പോൾ ഒരാളൊരു വടി കൊണ്ട് ഒരാളെ അടിച്ചാൽ അതാണ് എൻ്റെ ഒരു ഇലിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഞാനിങ്ങനെ സെക്ഷൻ എടുത്ത് ഇലിസ്ട്രേഷൻ പറഞ്ഞിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ സെക്ഷനും പതിയൊന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലാണ്ട് ഈ ഇലിസ്ട്രേഷൻസ് പഠിക്കാതെ പോയാൽ ഒരുപക്ഷെ കുറേ കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് അത് എത്ര സിമ്പിളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ വായിക്കട്ടെ, സെക്ഷൻ 5 വായിക്കട്ടെ. Evidence may be given of fact in issue and relevant facts. Evidence may be given in any suit or proceedings of the existence or non-existence of every fact in issue and of such other facts
as are hereinafter declared to be relevant and of no others. ഇപ്പോൾ ഫാക്റ്റിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേസിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ അവ തീരുമാനിച്ചാൽ കേസിൽ തീരുമാനം വരും. അതാണ് ഫാക്റ്റിൻ്റെ ഇഷ്യൂ. റെലവൻറ്റ് ഫാക്റ്റ് എന്ന് വെച്ചാൽ ഇനി ഈ ആക്റ്റിൽ റെലവൻസി ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പറയുന്നതാണ് റെലവൻറ്റ് ഫാക്റ്റ്. അവ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവ ഈ ഫാക്റ്റിൻ്റെ ഇഷ്യൂ തീരുമാനിക്കാനായിട്ട് സഹായിക്കും. ഉദാഹരണത്തിന് മോട്ടീവ്. ഒരു കൊലപാതകം നടന്നു, എന്താണ് അതിൻ്റെ മോട്ടീവ് എന്നുള്ളത് വേണം. കോണ്ടക്റ്റ് ഉണ്ട്, ഒരു കൊലപാതകം നടന്നിട്ട് അയാൾ ഒളിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞതിന് ശേഷം കത്തിയെടുക്കുന്നു. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഇതിനകത്ത് ഇല്ലുസ്ട്രേഷൻ ഞാൻ വായിക്കാം. A is tried for the murder of B by beating him with a club. ക്ലബ് എന്ന് വെച്ചാൽ ഒരു വലിയ വടി എന്നുള്ള അർത്ഥത്തിൽ, ഗത പോലെയുള്ള അല്ലേ, ഗത പോലെയുള്ള, വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് ഇ ഡെത്ത്. സിമ്പിളാണ്. ഒരാൾ ഒരു വലിയൊരു വടി, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള വടി വെച്ച ഒരാളെ അടിച്ചു കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ പിടിച്ചു, അയാൾ മരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഫാക്റ്റിൻ്റെ ഇഷ്യൂ? ഗത വെച്ച് അടിച്ചു എന്നുള്ളത് ഒരു കാര്യം, അത് പ്രൂവ് ചെയ്യണം. അടികൊണ്ട് അയാൾ മരിച്ചു എന്നുള്ളതും പ്രൂവ് ചെയ്യണം, വേണ്ടേ? അയാൾക്ക് കൊല്ലണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഫാക്റ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അറ്റ് എസ് ട്രയൽ ദ ഫോളോയിങ് ഫാക്ട്സ് ആർ ഇൻ ഇഷ്യൂ. എസ് ബീറ്റിംഗ് ബി വിത്ത് ദ ക്ലബ്, ഒന്ന് അടിച്ചു എന്നുള്ളത്. എസ് കോസിങ് ബീസ് ഡെത്ത് ബൈ സച്ച് ബീറ്റിംഗ്, അതുകൊണ്ട് മരണം സംഭവിക്കുന്നു. എസ് ഇൻറ്റൻഷൻ ടു കോസ് ബീസ് ഡെത്ത്, അങ്ങനെ കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ കേസിൽ ഫാക്റ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ റെലവൻറ്റ് ഫാക്റ്റ് എന്തായിട്ട് വരും? അതാണ് നമ്മളിനി 55 വരെയുള്ള സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരാം? ഈ ഗത അയാൾ ചിലപ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും, അത് പോയി അവിടെ നിന്ന് എടുക്കും. ആ എടുത്തിട്ട് ആ ഗതയിൽ രക്തം ഉണ്ടാകുമെന്ന് നോക്കാം. ഈ രക്തം ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒരു റെലവൻറ്റ് ഫാക്റ്റായിട്ട് വരും. 27 അനുസരിച്ച് ഇത് എടുക്കുന്നത് അങ്ങനെ ബാക്കിയുള്ളതെല്ലാം റെലവൻ്റ് ആയിട്ട് വരും. ഈ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു കേസ് തീരുമാനിക്കാൻ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഫാക്റ്റിന്. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഇത് നമ്മളൊന്ന് ഉറപ്പിച്ചേക്കണം. ഫാക്റ്റിന് ഇഷ്യൂ എന്ന് വെച്ചാൽ ദ മെയിൻ പോയിൻറ്റ്സ് ടു ബി ഡിസൈഡഡ് ഇൻ എ കേസ്. റെലവൻറ്റ് ഫാക്ട്സ് ആർ ദോസ് അതർ തിങ്സ് വിച്ച് ഹെൽപ്പ് ടു കം ടു എ കൺക്ലൂഷൻ റിഗാർഡിങ് ഫാക്റ്റിൻ്റെ ഇഷ്യൂ. അങ്ങനെ മനസ്സിലായി. ഇല്ലെങ്കിൽ എപ്പോഴും ഫാക്റ്റിൻ്റെ ഇഷ്യൂ റെലവൻറ്റ് ഫാക്റ്റ്, എനിക്കൊക്കെ ആദ്യം വലിയ സംശയം വരുന്നത് എന്താണത്, ഫാക്റ്റിൻ്റെ ഇഷ്യൂ റെലവൻറ്റ് ഫാക്റ്റ് എന്താണ്? ഇത് നമ്മൾ ഇത്രയൊന്നും ഓർത്താൽ മതി. അതിനകത്ത് ഏറ്റവും അവസാനം പറയുന്നത്, എവിഡൻസ് മേ ബി ഗിവൺ ഇൻ എനി സൂട്ട് ഓഫ് പ്രൊസീഡിംഗ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എവരി ഫാക്റ്റ് ഇൻ ഇഷ്യൂ ആൻഡ് ഓഫ് സച്ച് അതർ ഫാക്ട്സ് ആസ് ആർ ഹിയറിൻ ആഫ്റ്റർ ഡിക്ലെയർഡ് ടു ബി റെലവൻറ്റ് ആൻഡ് ഓഫ് നോ അതേഴ്സ് എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ ഈ എവിഡൻസ് ആക്റ്റിൽ എന്തുകൊണ്ടാണ് ഈ ബാക്കിയുള്ള എവിഡൻസ്, എല്ലാ എവിഡൻസും എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് കേസിൽ തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ എവിഡൻസ് ആക്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള എവിഡൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും എവിഡൻസ് കൊടുക്കുന്നതിന് ഒരു എൻഡ് ഉണ്ടാവില്ല, ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ മീഡിയേഷനൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് പാർട്ടികളും വന്ന് തർക്കം പറഞ്ഞ് അവരെന്താ പറയുക, സാർ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്ക്, എന്നെക്കുറിച്ച് ആൾക്കാരെന്താ പറയണത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ നമുക്ക് കോടതിയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. മീഡിയേഷൻ അതൊക്കെ കേൾക്കാം, പക്ഷേ അതുകൊണ്ടാണ് പറയണത് ആൻഡ് ഓഫ് നോ അതേഴ്സ് എന്നുള്ള വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ എവിഡൻസ് അല്ലാത്ത വേറെ ഒരു കാര്യങ്ങൾ ഒരു വക്കീലിന് ഹാജരാക്കാൻ പാടില്ല, പ്രതിഭാഗത്തിന് പാടില്ല, കോടതിയും എടുക്കരുത്. അവിടെയാണ് ഈ ആൻഡ് ഓഫ് നോ അതേഴ്സ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇത് വരുന്നത്. ഈ കേസിൽ പെടാത്ത കാര്യങ്ങളെ ഒരിക്കലും എവിഡൻസിൻ്റെ ഇതിൽ വരാത്ത കാര്യങ്ങളെ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 5. ആൻഡ് ഓഫ് നോ അതേഴ്സ് എന്നുള്ളതിന് ഭയങ്കര വിലയുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ, എ സൂട്ടർ ഡസ് നോട്ട് ബ്രിങ് വിത്ത് ഹിം ആൻഡ് ഡസ് നോട്ട് ഹാവ് എന്നുള്ള രീതിയിൽ പുസ്തകം ഞാൻ വായിച്ചു തരാം. ഇൻ റെഡിനെസ് ഫോർ പ്രൊഡക്ഷൻ അറ്റ് ദി ഫസ്റ്റ് ഹിയറിംഗ് ഓഫ് ദ കേസ് എ ബോണ്ട് വിച്ച് ഹി റിലൈസ് ദിസ് സെക്ഷൻ ഡസ് നോട്ട് എനേബിൾ ഹിം ടു പ്രൊഡ്യൂസ് ദ ബോണ്ട് ഓർ പ്രൂവ് ഇറ്റ്സ് കണ്ടൻസ് അറ്റ് എ സബ്സിക്വൻറ്റ് സ്റ്റേജ് ഓഫ് ദ പ്രൊസീഡിങ്സ് otherwise than in accordance with the conditions prescribed by the Code of Civil Procedure. എന്ന് വെച്ചാൽ ഫാക്റ്റിന് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങോട്ട് എവിഡൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു സെക്ഷൻ. ഇപ്പോൾ
സിവിൽ എനിക്ക് അത്രയ്ക്ക് പരിചയമില്ലെങ്കിലും സിവിൽ കേസിൽ ഈ ഒരു പൈസയുടെ കാര്യത്തിൽ ഒരു ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ അത് ആദ്യത്തെ ഇതിൽ തന്നെ ഹാജരാക്കണമെന്നുണ്ട്. അത് ഹാജരാക്കിയത് നമുക്ക് ഇത് ഫാക്റ്റിൻ്റെ ഇഷ്യൂ ആണ്, വളരെ പ്രധാനപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞാൽ ആ ബോണ്ടിൻ്റെ ആ രേഖ ഒറിജിനൽ കൊണ്ടുവന്ന് പിന്നീട് ഹാജരാക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ്. ഫാക്റ്റിൻ്റെ ഇഷ്യൂ ആണ്, സമ്മതിച്ചു, എന്ന് വെച്ച് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഹാജരാക്കാൻ പറ്റില്ല. സിവിൽ പ്രൊസീജിയറിൽ അതിനൊരു പല കണ്ടീഷൻസ് ഉണ്ട്. അത് ആദ്യമേ ഹാജരാക്കണം കേസ് കൊടുക്കുമ്പോൾ. ഹാജരാക്കിയില്ലെങ്കിൽ പിന്നീട് കോടതിയുടെ പെർമിഷൻ മേടിച്ചിട്ടേ ഹാജരാക്കാൻ പാടുള്ളൂ. അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ ഫാക്റ്റിന് ഇഷ്യൂ ഇന് എവിഡൻസ് കൊടുക്കാം എന്ന് വെച്ച് എവിഡൻസ് അല്ലാത്ത ഒരു കാര്യങ്ങളും കൊടുക്കാൻ പാടില്ല എന്നുള്ള, അതാണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് സെക്ഷൻ 5 വരുന്നത്. പിന്നെ ഇനിയുള്ളത് സെക്ഷൻ 6 ആണ്. സെക്ഷൻ 6 നമുക്കൊക്കെ റസ്ഗസ്റ്റേ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഗോവിന്ദസ്വാമിയുടെ കേസിലൊക്കെ റസ്ഗസ്റ്റേ ഉണ്ടായിരുന്നു. റസ്ഗസ്റ്റേ ഒന്നും ഞാൻ വായിക്കട്ടെ. ഫാക്ട്സ് വിച്ച് ദോ നോട്ട് ഇൻ ഇഷ്യൂ ആർ സോ കണക്റ്റഡ് വിത്ത് എ ഫാക്ട് ഇൻ ഇഷ്യൂ ആസ് ടു ഫോം പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ ആർ റെലവൻറ്റ് വെദർ ദേ ഒക്കേർഡ് ദ സെയിം ടൈം ആൻഡ് പ്ലേസ് ഓർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് പ്ലേസസ്. ഈ റസ്ഗസ്റ്റേ എന്ന് വെച്ചാൽ ശരിക്കും ഈ ഒരു സംഭവത്തിനെ ചുറ്റിപ്പറ്റി ഇതൊരു ശരിക്കുള്ള സംഗതിയല്ല, പ്രൂവ് ചെയ്യേണ്ട ഫാക്റ്റിന് ഇഷ്യൂ അല്ല. പക്ഷെ അതിനോട് കൂടി സൈമിൾട്ടേനിയസ് ആയിട്ടും കണ്ടംപറേനിയസ് ആയിട്ടും നടക്കുന്ന ഒരു സംഗതിയാണ് റസ്ഗസ്റ്റേ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഈ ഹിയർസേ എവിഡൻസ് പാടില്ല എന്നുള്ള ഒരു സെക്ഷനുണ്ട്. ഹിയർസേ എവിഡൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് എവിഡൻസ് ആക്ടിലില്ല. അത് നമ്മൾ സെക്ഷൻ 60 ഓറൽ എവിഡൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഓറൽ എവിഡൻസിലെ ഹിയർസേനെ കുറിച്ച് പറയുന്നത്. ഓറൽ എവിഡൻസ് ഞാൻ സെക്ഷൻ 60 ഒന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഹിയർസേ എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഹിയർസേ എവിഡൻസ് ഇൻഅഡ്മിസിബിളാണ്. അത് ഏത് സെക്ഷനാണെന്ന് ചോദിച്ചാൽ ഞാൻ സെക്ഷൻ 60 ഒന്ന് വായിക്കാം. ഓറൽ എവിഡൻസ് മസ്റ്റ് ബി ഡയറക്റ്റ്. Oral evidence must in all cases whatever be direct, that is to say, if it refers to facts which could be seen, it must be the evidence of a witness who says he saw it. If it refers to a fact which could be heard, it must be the evidence of a witness who says he heard it. If it refers to a fact which could be perceived by any other sense or in any other manner, it must be the evidence of a witness who says he perceived it by that sense or in that manner. എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന വസ്തുതകൾ അത് ഗ്രഹിച്ച ആൾ തന്നെ പറയണം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വെച്ചാൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ മാത്രമേ കോടതി എടുക്കുകയുള്ളൂ. ഇപ്പം ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ വന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡയറക്റ്റ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വേറെ ഒരാൾ വന്ന് കോടതി പറയുമ്പോൾ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടതെന്ന് പറയുമ്പോൾ അത് ഹിയർസേ എവിഡൻസായി. ഹിയർസേ എവിഡൻസ് പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ റസ്ഗസ്റ്റേ വരുമ്പോഴേക്കും ഹിയർസേ എവിഡൻസിന് ഒരു എക്സെപ്ഷനായിട്ട് വരും. അത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടിയെ അടിക്കുകയാണ്. എന്താടാ നീ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ അച്ഛൻ ഒരു കുട്ടിയെ പിടിച്ചടിക്കുന്നു. ആ കുട്ടി അടിക്കുമ്പോൾ ആ അടി കൊണ്ടിട്ട് അവൻ കരയുന്നു. അപ്പോൾ അമ്മ അവിടെ വന്നിട്ട് എന്തിനാ അവനെ അടിക്കുന്നത്, എന്താ നിങ്ങളീ കാണിക്കണമെന്ന് ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ, നോ പേഴ്സൺ ബീറ്റ്സ് അനദർ പേഴ്സൺ വിത്തൗട്ട് സേയിങ് സംതിങ്. സാധാരണ നീ എന്താടായി കാണിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ അടിക്കണത്. അടി കൊള്ളുമ്പോൾ തല്ലല്ലേ എന്ന് പറഞ്ഞാൽ അവൻ കരയും. ഭാര്യ വന്നിട്ട് നിങ്ങൾ എന്തായി കാണിച്ചെന്ന് ചോദിക്കുന്നു, എന്തിനാ അവനെ തല്ലിയെന്ന് ചോദിക്കുന്നു. ഈ 3 കാര്യങ്ങൾ. അപ്പോൾ തല്ലിയതിനാണ് കേസ് വന്നിരിക്കുന്നത്. തല്ലിയതിന് കേസ് വരുമ്പോൾ അടിച്ചോ ഇല്ല എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അടിക്കുമ്പോൾ ഞാൻ വല്ലതും പറഞ്ഞോ, അടി കൊണ്ടാൾ വല്ലതും പറഞ്ഞോ, അടി കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾ വല്ലതും പറഞ്ഞോ എന്നുള്ള പ്രശ്നമേ അല്ല. പക്ഷേ റസ്ഗസ്റ്റേ എന്ന് പറയുമ്പോൾ ഈ സാധാരണഗതിയിൽ അടിക്കുമ്പോൾ അടിക്കുന്ന ആൾ പറയും, അടി കൊള്ളുന്ന ആൾ എന്തെങ്കിലും പറയും. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളും പറയും. അപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ അത് ഫാക്റ്റിന് ഇഷ്യൂ അല്ല എങ്കിലും അതിനോട് അനുബന്ധമായിട്ട് അതിൽ നിന്ന് വേർതിരിക്കപ്പെടാനാവാത്ത രീതിയിലുള്ള കാര്യമാണെങ്കിൽ അതും അഡ്മിസിബിളാവും, അത് റെലവൻ്റ് ആവും എന്ന് പറയാം. അതാണ് റസ്ഗസ്റ്റേ എന്ന് പറയണം. അത് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു യജമാനും ഒരു വേലക്കാരനുണ്ടെന്ന് വിചാരിക്കാം. വേലക്കാരൻ പുറത്തേക്ക് പോയപ്പോൾ
പുറത്തൊരാളെ കുത്തിക്കൊല്ലണ കണ്ടു. ഉടനെ അയാൾ വിളിച്ചു പറഞ്ഞു, സാറേ അതെ രാമു ഇവനെ കുത്തിക്കൊല്ലണമെന്ന് ഇയാൾ വിളിച്ചു പറഞ്ഞു. കണ്ടോട്ട് നിൽക്കുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ യജമാനൻ അകത്താണ്. അത് കഴിഞ്ഞിട്ട് പോലീസുകാർ വന്ന് പിന്നീട് ഇയാളെ പിടിച്ച് കേസായി. അപ്പോൾ അകത്ത് നിൽക്കുന്ന യജമാനൻ ഇത് കണ്ടിട്ടില്ല, മറ്റത് പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിനുശേഷം കേസായി കഴിഞ്ഞപ്പോഴേക്കും ഈ വേലക്കാരനെ വിസ്തരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേലക്കാരൻ മരിച്ചു പോയി എന്ന് വിചാരിക്കും. വേലക്കാരനില്ല. പിന്നെ ഉള്ളത് ഞാനാണ്, വീട്ടിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടേക്കുന്നത് എന്താ, ആ സംഭവം നടക്കുമ്പോൾ അയാൾ പറഞ്ഞ ആ കാര്യങ്ങൾ അത് ഞാൻ കേട്ടിട്ടുണ്ട്. സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള പറഞ്ഞു. വേലക്കാരനെ വിസ്തരിക്കാൻ പറ്റില്ല, വേലക്കാരനില്ല. പിന്നെ യജമാനെയാണ് വിസ്തരിക്കുന്നത്. യജമാനൻ ഈ സംഭവം കണ്ടിട്ടില്ല, ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ അതിനോടൊപ്പം അയാൾ പറഞ്ഞ സംഗതികൾ കേട്ടിട്ടുണ്ട്, അത് പറയാം. അത് ഗസ്റ്റയിൽ വരും. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. വെൻ എ ട്രാൻസാക്ഷൻ ഹാപ്പൻസ്, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് സംഭവിക്കുന്നത് എന്തോ അത് അഡ്മിസിബിളായിട്ട് വരും. ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. നോ പേഴ്സൺ ബീറ്റ്സ് അനദർ പേഴ്സൺ വിത്തൗട്ട് സേയിങ് എനിത്തിങ്. നോ പേഴ്സൺ ടേക്സ് എ ബീറ്റിംഗ് വിത്തൗട്ട് സേയിങ് എനിത്തിങ്. നോ പേഴ്സൺ വ്യൂസ് അല്ലെങ്കിൽ ലുക്സ് ആൻഡ് സീസ് എ ബീറ്റിംഗ് വിത്തൗട്ട് സേയിങ് എനിത്തിങ്. ആരായാലും പറഞ്ഞു പോകും. അങ്ങനെ പറയുമ്പോൾ അത് ഇതിൻ്റെ ഒരു സൈമിൾട്ടേനിയസ് ആൻഡ് കണ്ടംപറേനിയസ് പാർട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അത് റെസ് ഗസ്റ്റ് എന്ന് പറയും. അതേസമയം വേലക്കാരൻ ഇറങ്ങിയപ്പോഴേക്കും ഇത് കുത്തണ കണ്ടു. അയാൾ അപ്പോൾ ഒന്നും പറയുന്നില്ല. കുത്ത് കഴിഞ്ഞിട്ട് ഇയാൾ വേലക്കാരൻ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് സാറേ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഇയാളെ കുത്തുന്ന കണ്ടു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. വേലക്കാരനെ വിസ്തരിക്കാനും ഇല്ല. പക്ഷേ അത് എനിക്ക് പറയാൻ പറ്റില്ല, അത് ഹിയർസ് എവിഡൻസ്. എന്താണെന്ന് വെച്ചാൽ ആ നടക്കുന്ന സമയത്തല്ല അയാൾ പറഞ്ഞേക്കണം. അയാൾ കണ്ടൊരു കാര്യം പിന്നീട് അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ. മറ്റത് സൈമിൾട്ടേനിയസ് ആൻഡ് കണ്ടംപറേനിയസ് ആയിട്ടുള്ളൊരു സംഗതി പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഇവൻ ദോ അറ്റ് ഈസ് ഹിയർസ് എവിഡൻസ് ദറ്റ് ഈസ് അഡ്മിസിബിൾ. ഇതാണ് ആ റെസ് ഗസ്റ്റ് എന്ന് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും. എ ഈസ് അക്യൂസ്ഡ് ഓഫ് ദ മർഡർ ഓഫ് ബി ബൈ ബീറ്റിംഗ് ഹിം. ഞാൻ എല്ലാ ഇലിസ്ട്രേഷൻസും വായിച്ച് പോവാം. ചിലപ്പോൾ ബോറടിക്കുമ്പോൾ പറഞ്ഞാൽ നമുക്കൊന്ന് നിർത്തിയിട്ട് പോവാം. A is accused of the murder of B by beating him. Whatever was said or done by A or B or by the bystanders at the beating or so shortly before or after it as to form part of the transaction is irrelevant. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരാളെ അടിക്കുന്നു, അപ്പോൾ അടി കൊള്ളുന്ന ആളും അടിക്കുന്ന ആളും അതിൻ്റെ ആ സമയത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ദറ്റ് ഈസ് റെലവൻറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എ ഫാക്റ്റ് ഇൻ ഇഷ്യൂ. പിന്നെ രണ്ടാമത്തത് വേജിങ് വാർ എന്നുള്ള ഇതിൽ വരുന്നതാണ്. ഏസ് അക്യൂസ്ഡ് വേജിങ് വാർ അഗെൻസ്റ്റ് ദം. അതായത് യുദ്ധം നടത്തുക, കലാപം ഉണ്ടാക്കുക, സായുധ കലാപം ഉണ്ടാക്കുക. ബൈ ടേക്കിംഗ് പാർട്ട് ഇൻ എൻ ആംഡ് ഇൻസറക്ഷൻ വിച്ച് പ്രോപ്പർട്ടീസ് ഡിസ്ട്രോയിഡ്, ട്രൂപ്സ് ആർ അറ്റാക്ഡ് ആൻഡ് ജയിൽസ് ആർ broken open. The occurrence of these facts is relevant as forming part of the general transaction, though A may not have been present at all of them. ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ എല്ലായിടത്തും ഇല്ല. പക്ഷെ എന്നാലും ഒരു സായുധ കലാപം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം ഒരു ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ട്രാൻസാക്ഷൻ്റെ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അടുത്ത ഇതിലും A sues B for libel contained in a letter forming part of a correspondence. Letters between the parties relating to the subject out of which the libel arose. Libel എന്ന് വെച്ചാൽ ഡിഫമേഷൻ്റെ രണ്ട് ഗ്രൗണ്ടിൽ, ലിബലും സ്ലാൻഡറും അല്ലേ. ആൻഡ് ഫോമിങ് പാർട്ട് ഓഫ് ദ കറസ്പോണ്ടൻസ് ഇൻ വിച്ച് it is contained are relevant facts though they do not contain the libel itself. ഇതിന് ഇംഗ്ലീഷ് ലോയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ ആ കമൻട്രി എൻ്റെ കയ്യിൽ. അതായത് ഒരാളുടെ ഭാര്യയുമായിട്ട് വേറൊരാൾ അവിധമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് എഴുതി, നിങ്ങൾ എൻ്റെ ഭാര്യയുമായിട്ട് അവിധ ബന്ധം നടത്തുന്ന ഞാൻ അറിയുന്നു, അതിന് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു മാപ്പ് പറയണമെന്ന് മറ്റേ പറഞ്ഞ് കത്തെഴുതി. അയാൾ തിരിച്ചിങ്ങോട്ടൊരു കത്തെഴുതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ കമ്പനിയാവുന്ന ഭാര്യയുടെ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളാവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ഭാര്യ അത്രയ്ക്ക് നല്ല സ്വഭാവമല്ല, കണ്ടമാനം ആൾക്കാരുണ്ട്, അതിലൊരാളാവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞാണ് മറുപടി വന്നത്. അപ്പോൾ ഈ കത്ത് ലിബലായിട്ട് വന്നു. ഇയാളെയും ഭാര്യയൊക്കെ കളിയാക്കുന്ന രീതിയിൽ ലിബലായിട്ട് വന്നല്ലോ.
അപ്പോൾ ഈ കത്തിൽ കേസെടുക്കുമ്പോൾ ഇതിൻ്റെ തുടക്കം കുറിച്ച ആദ്യത്തെ കത്തും റെസ്ഗസ്റ്റേ പ്രകാരം ഹാജരാക്കാമെന്ന് പറയുന്നത്. അതാണ് ഈ ഇലിസ്ട്രേഷൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഒരു കത്തിൽ കുറിച്ചൊരു ഡിഫേമേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് കാരണമായിട്ടുള്ള മറ്റേ കത്തും ഇതിൻ്റെ ഇൻവേരിയബിൾ പാർട്ടായിട്ട് വരുന്നതുകൊണ്ട് റെസ്ഗസ്റ്റയിൽ വരും. പിന്നെ ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ സർട്ടൺ ഗുഡ്സ് ഓർഡർഡ് ഫ്രം ബി വർ ഡെലിവേർഡ് ടു എ ഗുഡ്. The goods were delivered to several intermediate persons successively. Each delivery is a relevant fact. നമ്മളിപ്പോൾ പാല് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് പല ആൾക്കാരെ, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരില്ലേ, ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന് കമ്പനിയിൽ അവിടെ പറഞ്ഞു കൊടുത്താൽ കമ്പനിയിൽ കൊണ്ടുവന്നിട്ട് അവർ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും. നമുക്ക് കൊണ്ടുവന്ന് തന്നില്ല എന്നുള്ളതാണ് കേസ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ സാധനം കിട്ടില്ല. അപ്പോൾ എത്ര പേരുടെ കയ്യിൽ കൂടി വന്നിട്ടാണോ ഇവിടെ വരുന്നത് അതെല്ലാം റെലവൻ്റ് ആയിട്ട് വരും. ഫാക്റ്റിന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, അവർ കമ്പനിയോട് ഫുഡ് തരാൻ പറഞ്ഞിട്ട് അവർ നമുക്ക് തന്നില്ല. പക്ഷേ അതിൻ്റെ റെലവൻറ്റ് ഫാക്റ്റായിട്ട് റെസ്ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ, ആരിൽ കൂടിയൊക്കെയാണോ കടന്നു വന്നിരിക്കുന്നത് അതെല്ലാം റെലവൻ്റ് ആയിട്ട്. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ കുറേ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം ഇലിസ്ട്രേഷൻസ് കുറേയും കൂടി ഇതായിട്ടുള്ള സംഗതികൾ നമുക്ക് കിട്ടും. അപ്പോൾ റെസ്ഗസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഐഡിയ വെച്ചാൽ മതി. ഈ ട്രാൻസാക്ഷൻ അല്ല, അതിൻ്റെ അവിഭാജ്യ സൈമിൾട്ടേനിയസ് ആൻഡ് കണ്ടംപറേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ റെസ്ഗസ്റ്റ് ആയിട്ട് വരുന്നു. അടുത്ത സെക്ഷൻ 7 ആണ്, ഒക്കേഷൻ, കോസ് ഓർ എഫക്റ്റ്. ഈ സെക്ഷനിലാണ് പലപ്പോഴും നമുക്ക് ഈ കൃത്യസ്ഥലമാസർ വരും, അങ്ങനെ കുറേ സംഗതികൾ വരും. ഫാക്ട്സ് വിച്ച് ആർ ദി ഒക്കേഷൻ, cause or effect, immediate or otherwise, of relevant facts or facts in issue, or which constitute the state of things under which they happened, or which afforded an opportunity for their occurrence or transaction, are relevant. ഇപ്പോൾ എന്ത് കാര്യം എടുത്താലും ഒരു കാരണമുണ്ട്, ഒരു കോസും എഫക്റ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ കുറച്ച് അപ്പുറത്തേക്കുള്ളത് കോസ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ള കാര്യങ്ങൾ റെലവൻ്റ് ആണ്. അതാണ് ഒക്കേഷൻ, കോസ് ഓർ എഫക്റ്റ്. പിന്നെ സ്റ്റേറ്റ് ഓഫ് തിങ്സ്, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്. അതിൽ ഇലിസ്ട്രേഷൻ നോക്കുമ്പോൾ കുറേയും കൂടി ക്ലിയർ ആവും. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ റോബ്ഡ് ബി. അപ്പു എന്ന് പറഞ്ഞ ആൾ ബാബു എന്ന് പറഞ്ഞ ആളുടെ സാധനങ്ങൾ കട്ടെടുത്തോ എന്നുള്ളത്, ഇത് നടത്തുക, റോബറി നടത്തും. ദ ഫാക്ട് ദാറ്റ് ഷോർട്ട്ലി ബിഫോർ ദ റോബറി ബി വെൻറ്റ് ടു എ ഫെയർ വിത്ത് മണി ഇൻ ഹിസ് പൊസിഷൻ ആൻഡ് ദാറ്റ് ഹി ഷോഡ് ഇറ്റ് ഓർ മെൻഷൻ ദ ഫാക്ട് ദാറ്റ് ഹി ഹാഡ് ഇറ്റ് ടു തേർഡ് പേഴ്സൺസ് ആർ റെലവൻറ്റ്. ഇവിടെ ഇത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒക്കേഷനാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ ഒരു ചന്തയിൽ ഇങ്ങനെ പോയപ്പോഴും ഇതേടെ എൻ്റെ പേഴ്സിൽ ഇത്രയും പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു തന്നെ കാണിക്കുന്നു. കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് തട്ടിപ്പറിച്ചിട്ട് പോയി. അപ്പം ഞാൻ ഈ കാണിച്ചു എന്നുള്ളത് അതൊരു ഒക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ കമ്മിറ്റിംഗ് ദ ക്രൈമാണ്. അപ്പം അത് സെക്ഷൻ 7 പ്രകാരം അഡ്മിസിബിളാണ്, റെലവൻ്റ് ആണ്. അടുത്തത്, ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ മർഡേർഡ് ബി. മാർക്സ് ഓൺ ദ ഗ്രൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്ട്രഗിൾ അറ്റ് ഓർ നിയർ ദ പ്ലേസ് വെർ ദ മർഡർ വാസ് കമ്മിറ്റഡ് ആർ റെലവൻറ്റ് ഫാക്ട്സ്. ഇപ്പം നമ്മൾ എന്ത് സംഭവം ഉണ്ടായാലും ഇപ്പോൾ അവിടെ അപ്പം തന്നെ സയൻറ്റിഫിക് എക്സ്പേർട്ട് വരും. പണ്ട് പോലീസുകാരാണ്, ഇപ്പോൾ സയൻറ്റിഫിക് എക്സ്പേർട്ട് വരും. അവിടെ കിടന്ന് എല്ലാം നോക്കിയെടുക്കില്ല, ഈ സംഗതികളെല്ലാം നോക്കി. അതെല്ലാം അഡ്മിസിബിൾ ആവുന്നത് ഈ സെക്ഷൻ 7 പ്രകാരമാണ്. ഒക്കേഷൻ, കോസ്, എഫക്റ്റ്, ഇമ്മീഡിയറ്റ് ഓർ അതർവൈസ്, സ്റ്റേറ്റ് ഓഫ് തിങ്സ് എന്നുള്ളതിൽ വരും. തുടങ്ങിയിട്ടുള്ള പേജുകൾ നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കണം. അത് ഒരിക്കലും ഒരു നഷ്ടവുമില്ല, ഭയങ്കര അസറ്റാണത്. അപ്പോൾ 5 കേസുകളുണ്ട്. 5 കേസുകളിൽ നിന്ന് കംപ്ലീറ്റ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ ഫാക്റ്റ് പറയുമ്പോഴും അത് ഏത് സെക്ഷനിൽ വരും. ഇപ്പോൾ ഇൻട്രൊഡക്ഷനാണ്, മോട്ടീവാണ്, അങ്ങനെ കോണ്ടാക്റ്റാണ്, അങ്ങനെ സെക്ഷൻ 14 പ്രകാരമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നോക്കിയാൽ മതി. നമ്മളിപ്പോൾ നോക്കിയ സെക്ഷൻ 7 അല്ലേ, രണ്ടാമത്തെ ഇലിസ്ട്രേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, മാർക്സ് ഓൺ ദ ഗ്രൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്ട്രഗിൾ അറ്റ് ഓർ നിയർ ദ പ്ലേസ് വെർ ദ മർഡർ. ഇത് നമ്മൾ ഓർക്കാനായിട്ട് വേണമെങ്കിൽ ഈ പണ്ട് ഇത്തിരി സ്മോളൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ OCR എന്നൊക്കെ പറയുമായിരുന്നില്ലേ, ഓൾഡ് കാസ്കറം എന്നുള്ള സ്മോൾ.
OCE എന്ന് ആലോചിച്ചാൽ കിട്ടും, ഒക്കേഷൻ കോസ് ഓർ എഫക്റ്റ്. ഇതിനകത്ത് പലപ്പോഴും നമ്മളിങ്ങനെ ഒരു ഇത് വെച്ച് IKG NRIG എന്നൊക്കെ പറഞ്ഞ് കോഡൊക്കെ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഓർത്തിരിക്കാം. പക്ഷെ അത് പഠിച്ചാൽ നമുക്ക് നല്ലതാണ്. OCE എന്ന് വെച്ചാൽ ഒക്കേഷൻ കോസ് ഓർ എഫക്റ്റ്. അപ്പോൾ സെക്ഷൻ 7 വരുമ്പോഴേക്കും ഒക്കേഷൻ കോസ് ഓർ എഫക്റ്റ് വരും. പിന്നെ എന്താണ്, സ്റ്റേറ്റ് ഓഫ് തിങ്സും വരും, ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ കേസിലെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള കോസ് എന്താണ്, അതിൻ്റെ എഫക്റ്റ് എന്താണ്, കോസ്, ഒക്കേഷൻ, കോസ് ഓർ എഫക്റ്റ്, പിന്നെ ഓപ്പർച്യൂണിറ്റി, പിന്നെന്താ സ്റ്റേറ്റ് ഓഫ് തിങ്സ്. ഇതെന്ന് വെച്ചാൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പും തൊട്ട് പുറകുള്ള ഇതിൽ പലപ്പോഴും ഈ സെക്ഷൻസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തെന്ന് വരാം. നമ്മളിനി സെക്ഷൻ 8 എടുക്കുമ്പോഴേക്കും കോണ്ടക്റ്റ്, പ്രീവിയസ് കോണ്ടക്റ്റും സബ്സിക്വൻറ്റ് കോണ്ടക്റ്റും എന്നൊക്കെ പറഞ്ഞു വരും. ഏതായാലും ഈ ഇലിസ്ട്രേഷൻ ഇത് കഴിഞ്ഞു. മൂന്നാമത്തെ ഇലിസ്ട്രേഷൻ, the question is whether A poisoned B. The state of B's health before the symptoms ascribed to poison and habits of B known to A which afforded an opportunity for the administration of poison are relevant. ഇതിപ്പോൾ ഇതിനകത്ത് പറയുന്ന ആദ്യത്തെ കേസിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ഇലിസ്ട്രേഷനാണിത്. ആദ്യത്തെ കേസിൽ ഒരാൾ അയാളുടെ സഹോദരിയുടെ ഭർത്താവിന് വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ വിഷം കൊടുത്ത് കൊല്ലുമ്പോൾ അയാൾ മരുന്ന് കഴിക്കുമായിരുന്നു, എപ്പോൾ കഴിക്കും ആ സംഗതികളൊക്കെ ഇയാൾ നോക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അപ്പോൾ ആ ഒക്കേഷൻ എന്നുള്ളത് റെലവൻ്റായിട്ട് വരുമെന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ സെക്ഷൻ 7 പ്രകാരം ഒക്കേഷൻ, കോസ്, എഫക്റ്റ് ഓഫ് ഫാക്ട് ഇൻ ഇഷ്യൂ, പിന്നെ സ്റ്റേറ്റ് ഓഫ് തിങ്സ്, ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ ഇലിസ്ട്രേഷൻസും പറഞ്ഞു. ഇപ്പം 5, 6, 7 8 ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ. 8 നമ്മൾ മോട്ടീവ് എന്ന് പറയില്ലേ, ഒരു കേസിൻ്റെ മോട്ടീവ് എന്താണെന്നൊക്കെ പറയും. ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഓരോ മോട്ടീവ് ഉണ്ടായിരുന്നു. മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്തൊരു സ്ത്രീ കുട്ടിയായിട്ട് പോവുകയാണ്. അവരവിടെ ഒരു അപ്പകഷ്ണം വെച്ചിരുന്ന ഒരു കടയിൽ നിന്ന് കട്ടെടുത്തു എന്ന് വിചാരിക്കുക. ഷി ഹാസ് കമ്മിറ്റഡ് തെഫ്റ്റ്. അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് വിശന്നിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്തായിരുന്നോ അതാണ്, കോസ് എന്തായിരുന്നോ അതാണ് മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മോട്ടീവ് ഇൻറ്റൻഷനും നമ്മൾ തെറ്റിപ്പോകരുത്. മോട്ടീവ് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഒരാളെ കൊല്ലാനുള്ള മോട്ടീവ് എന്തെങ്കിലും ദേഷ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതാണ് മോട്ടീവ് എന്ന് പറയുന്നത്. കൊല്ലുമ്പോൾ ആ കുത്തുമ്പോൾ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോട് കുത്തുമ്പോൾ അതാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻഷനും അറ്റംപ്റ്റും തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇപ്പോൾ പോയ്സൺ കൊടുത്ത് കൊല്ലുമ്പോഴേക്കും പോയ്സൺ മേടിച്ചു എന്നുള്ളത് അതിൻ്റെ പ്രിപ്പറേഷനാണ്. കൊടുക്കുമ്പോൾ അത് അറ്റംപ്റ്റായി, അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഫൻസായി. അത് എന്തെങ്കിലും കാരണവശാൽ അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അറ്റംപ്റ്റിൽ വന്ന് നിൽക്കും. അങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ, മോട്ടീവ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രീവിയസ് ഓർ സബ്സിക്വൻറ്റ് കോണ്ടക്റ്റ് ഇത് റെലവൻ്റ് ആണെന്നാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 8. അപ്പോൾ ഈ മോട്ടീവ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ പലപ്പോഴും നമുക്ക് കേസിലോ വരുമ്പോഴേക്കുള്ളൊരിത് ഡയറക്റ്റ് എവിഡൻസ് ഉള്ള കേസിൽ മോട്ടീവ് റെലവൻ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്. ഡയറക്റ്റ് എവിഡൻസ് എന്ന് വെച്ചാൽ കുത്തി കൊന്നത് കണ്ട ആൾക്കാരുണ്ട്, അവിടെ മോട്ടീവ് വേണോ, മോട്ടീവ് ഇല്ലെങ്കിൽ ശിക്ഷിക്കാൻ പറ്റുമോ? ഇത് പലപ്പോഴും പരീക്ഷകൾക്കുമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോട്ടീവ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് എയിം എന്തായിരുന്നു, അൾട്ടിമേറ്റ് കോസ് എന്തായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്തതെന്നുള്ള മോട്ടീവ്. ഇപ്പോൾ അതിനുള്ള ഉത്തരം പല ഡിസിഷനും പറയുന്നത് ഡയറക്റ്റ് എവിഡൻസ് കൺവിൻസിങ് എവിഡൻസാണ്. കുത്തുണ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാവുന്നതാണെങ്കിൽ മോട്ടീവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ മോട്ടീവ് എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനമാണ്. അത് എപ്പോഴും പുറത്ത് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മോട്ടീവ് ഇല്ലെങ്കിലും ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് റിലയബിൾ ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ്. പക്ഷേ സാഹചര്യ തെളിവുകൾ വരുമ്പോൾ മോട്ടീവിനൊരു പല ലിങ്ക് കണക്ട് ചെയ്തിട്ടാണുള്ള സാഹചര്യ തെളിവ് വരുന്നത്. അപ്പോൾ അതിൽ വരുമ്പോഴേക്കും മോട്ടീവിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് എവിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് റിലയബിൾ എവിഡൻസ് മോട്ടീവ് അത്രയ്ക്ക് റെലവൻ്റ് അല്ല. അടുത്തതാണ് ഈ കോണ്ടക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സംഗതിയോട് ഒരാളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്വഭാവം എന്നുള്ള രീതിയിലല്ല കോണ്ടക്റ്റ്.
ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്വഭാവം, കോണ്ടക്റ്റ് ക്യാരക്ടറൊക്കെ വരുമ്പോഴേക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും. ഈ കോണ്ടക്റ്റ് റെലവൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ദ കോണ്ടക്റ്റ് ഓഫ് എനി പാർട്ടി, ഞാനിങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ വായിക്കുന്നത്. എനി പാർട്ടി ടു എനി സൂട്ട് ഓർ പ്രൊസീഡിങ് in reference to the suit or proceeding, in reference to any fact in issue therein or relevant thereto, and the conduct of any person, an offence against whom is the subject of any proceeding, is relevant if such conduct influences or is influenced by any fact in issue or relevant fact, and whether it was previous or subsequent thereto. ചുരുക്കി പറഞ്ഞാൽ, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പ്രതി അവിടെ നിന്നും ഒളിച്ചു പോകുന്നു, അയാൾ ഒളിവിൽ പോകുന്നു കൊലപാതകം നടത്തി കഴിഞ്ഞിട്ട്. അത് അയാളുടെ കോണ്ടക്റ്റായിട്ട് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഫാക്റ്റിന് ഇഷ്യൂ എന്ന് വെച്ചാൽ കൊലപാതകം നടത്തുക, അതൊക്കെ കൊല്ലുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ഒളിച്ചു പോകുന്നു. അപ്പോൾ കോണ്ടക്റ്റ് റെലവൻ്റാണ് അയാളുടെ. അതേസമയം ഇവിടെ ഒരു കേസ് വരുന്നതിനേക്കാൾ മുമ്പ് ആ കേസിൽ അനുകൂലമായിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ഇതിൽ 2-3 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, പാർട്ടി ടു കേസ് എന്ന് പറയുമ്പോൾ പ്ലെയിൻറ്റിഫുണ്ട്, ഡിഫൻഡൻ്റുണ്ട്, പ്രോസിക്യൂഷനുണ്ട്, അക്യൂസ്ഡുണ്ട്. അതുകൂടാണ്ട് പിന്നെ ഒരു പാർട്ടിയെക്കുറിച്ച് പറയുന്ന, ഈ കേസിൽ പരിക്ക് പറ്റിയ ഒരാളുണ്ടാവുമല്ലോ, ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ഒരു ഡിഫാക്റ്റോ കംപ്ലൈൻറ്റിന് ഉണ്ടാവും, അയാളുടെ കോണ്ടക്റ്റും പ്രത്യേകതയുണ്ട്. അതുകൂടാണ്ട് വേറൊരാളുടെ കോണ്ടക്റ്റും കൂടി പറഞ്ഞാൽ അത് ഏജൻറ്റ് ടു എ പാർട്ടി എന്ന് പറയും. ഏജൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രതിയുടെ ഏജൻറ്റ് വക്കീലല്ലേ, അപ്പോൾ വക്കീലിൻ്റെ കോണ്ടക്റ്റും ഇതിനകത്ത് വരും. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കോണ്ടക്റ്റ് റെലവൻ്റ് ആണെന്നാണ് ചുരുക്കി പറയുന്നത്. ആരുടെയൊക്കെയാണ്? പാർട്ടീസ് ടു ദ സൂട്ട്, കൂടാണ്ട് ഏജൻറ്റ് ഉണ്ട്. അത് ഞാൻ ആദ്യം വിട്ടിട്ടാണ് വായിച്ചത്. ഞാൻ ഒന്നും കൂടി വായിക്കാം. ഇത് നല്ല സബ്ജക്റ്റാണ്. ഇത് ഒരു സമയത്ത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്നാലും കേട്ടിരിക്കുക, നിവൃത്തിയില്ല. കുറേശ്ശെ ഞാൻ പറഞ്ഞ് കുറേശ്ശെ പോവുള്ളൂ. ദ കോണ്ടക്റ്റ് ഓഫ് എനി പാർട്ടി ഓർ ഓഫ് എനി ഏജൻറ്റ് ടു എനി പാർട്ടി, അവിടെയാണ് വക്കീൽ വന്നത്. ടു എനി സൂട്ട് ഓർ പ്രൊസീഡിങ്, ഇത് ഏറ്റവും ചുരുക്കം വാക്കുകൾ എഴുതിയേക്കണതുകൊണ്ട് ഇങ്ങനെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മൾ പതിയെ വായിക്കണം. കോണ്ടക്റ്റ് ഓഫ് എനി പാർട്ടി, ഓക്കെ, ഓർ ഓഫ് എനി ഏജൻറ്റ് ടു എനി പാർട്ടി, വക്കീലും മറ്റേ. ടു എനി സൂട്ട് ഓർ പ്രൊസീഡിങ്, സൂട്ട് ഓഫ് പ്രൊസീഡിങ്ങിൽ എല്ലാ കേസുകളും വരും, ക്രിമിനൽ കേസുകളും സിവിൽ കേസുകളും എല്ലാം കവർ ചെയ്തെന്ന് പറയുന്നതാണ് സൂട്ട് ഓഫ് പ്രൊസീഡിങ് എന്ന് പറയുന്നത്. ഇൻ റെഫറൻസ് ടു സച്ച് സൂട്ട് ഓർ പ്രൊസീഡിങ്, അപ്പോൾ ഈ സൂട്ടിനെക്കുറിച്ചോ പ്രൊസീഡിങ്ങിനെക്കുറിച്ചോ ഉള്ള അവരുടെ ഒരു പെരുമാറ്റം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓർ ഇൻ റെഫറൻസ് ടു എനി ഫാക്റ്റ് ഇൻ ഇഷ്യൂ, അല്ലെങ്കിൽ അതിനകത്തുള്ള ഫാക്റ്റിന് ഇഷ്യൂയെക്കുറിച്ചോ റെലവൻറ്റ് ഫാക്റ്റിനെ കുറിച്ചോ അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ആൻഡ് ദ കോണ്ടക്റ്റ് ഓഫ് എനി പേഴ്സൺ ആൻ ഒഫൻസ് അഗൻസ്റ്റ് ഹൂം ഇസ് ദ സബ്ജക്റ്റ് ഓഫ് എനി പ്രൊസീഡിങ്, അയാൾക്കെതിരെ ഒരു ഒഫൻസ് നടന്നിട്ട് ഒരു കേസ് എടുക്കുമ്പോൾ അപ്പോൾ പരിക്ക് പറ്റിയ ആളെന്നുള്ള അയാളും ഈസ് റെലവൻറ്റ് ഇഫ് സച്ച് കോണ്ടക്റ്റ് ഇൻഫ്ലുവൻസസ് ഓർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്റ്റ് ഇൻ ഇഷ്യൂ ഓർ റെലവൻറ്റ് ഫാക്ട് ആൻഡ് വെദർ ഇറ്റ് വാസ് പ്രീവിയസ് ഓർ സബ്സിക്വൻറ്റ് ദെയർടു. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ആകപ്പെടെ സംശയം വരുന്നത്. അപ്പോൾ ഈ ഒരു കൊലപാതകം നടന്നു എന്നുള്ളതാണ് ഫാക്റ്റ് ഇൻ ഇഷ്യൂ കൊത്തി ഇതിൽ വരുന്നത്, കേസിൽ വരുന്നത്. അതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഒരാൾ ഒളിവിൽ പോവുകയാണ്, ദാറ്റ് ഈസ് റെലവൻറ്റ്. ഒരു കേസിൽ കള്ളത്തെളിവുണ്ടാക്കിയാണ് നേരത്തെ. അപ്പോൾ ഈ കേസിലെ ഫാക്ട്സ് ഇൻ ഇഷ്യൂയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന കള്ളത്തെളിവ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക, കള്ളസാക്ഷികളുണ്ടാക്കി, അതും റെലവൻ്റ്, ആ കോണ്ടക്റ്റും റെലവൻ്റ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണത്. ഒരു കേസിലെ സംഭവങ്ങൾ മൂലം ഒരു കോണ്ടക്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു കേസിലെ ഫാക്റ്റിന് ഇഷ്യൂയോ റെലവൻറ്റ് ഫാക്റ്റിനെയോ
ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു. അത് നമ്മുടെ ഒരു ആൾ സജി ചെറിയാനാണ് അത് അണ്ടർവെയർ മുറിച്ചൊക്കെ കേസിൽ ഹാജരാക്കിയില്ലേ? ഹാജരാക്കിയില്ലേ? ആ കോണ്ടക്റ്റ് ഇതിൽ വരും, മനസ്സിലാവും. അതെന്തിനാണ് കേസിൽ നമ്മളിപ്പോൾ അറിയില്ല വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. നമ്മൾക്ക് കേസിൽ വെറുതെ ഒന്ന് ഊഹിക്കുക അതങ്ങനെ ചെയ്തതാണെന്ന് വിചാരിക്കുക. കേസ് നമ്മൾ ടിൽ ദ കേസ് ഈസ് ഓവർ, നമ്മൾ ഡിഫൻസ് ലോയേഴ്സ് ആണല്ലോ, നമ്മുടെ പ്രിസംപ്ഷൻ എന്താണ്? ഹീ ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതാണല്ലോ, ഹീ ഈസ് ഇന്നസെൻറ്റ്. അപ്പോൾ അത് തന്നെ നമ്മുടെ പ്രശ്നം. പക്ഷേ ലെറ്റ് us assume that some person, some lawyer has done such a thing. ഒരു വേറെ അണ്ടർവെയർ തിരിച്ചു. അപ്പോൾ ഹീ ഈസ് ഡൂയിങ് സംതിങ് ടു ഇൻഫ്ലുവൻസ് ദ ഫാക്ട് ഇൻ ഇഷ്യൂ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ സെക്ഷൻ മനസ്സിലാവും. അങ്ങനെ ചെയ്യണതും അതേസമയം ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട് ഒരാൾ ഒളിച്ചു പോവുകയാണ്, ഈ ഫാക്ടിൻ ഇഷ്യൂയുടെ ഇൻഫ്ലുവൻസ് മൂലം അയാൾ ഒളിച്ചു പോകുന്നു. അപ്പോൾ ഫാക്ടിൻ ഇഷ്യൂയെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഫാക്ടിൻ ഇഷ്യൂ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വരുന്ന കോണ്ടെക്സ്റ്റുകളെല്ലാം റെലവൻ്റ് ആണെന്നുള്ളതാണ്. അപ്പം നമ്മൾ വക്കീലന്മാർ അല്ലെങ്കിൽ പ്രതികൾ എന്തെങ്കിലുമൊക്കെ കള്ളത്തെളിവ് കൊടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫാക്ടിൻ ഇഷ്യൂ ഇത് ചെയ്യാനായിട്ട്. അവിടെ നിന്ന് ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഒളിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫാക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അങ്ങനെയുള്ള കോണ്ടക്റ്റും റെലവൻ്റാണ്. പ്രീവിയസ് കോണ്ടക്റ്റും സബ്സിക്വൻറ്റ് കോണ്ടക്റ്റും എല്ലാം റെലവൻ്റാണ്. അഡ്മിഷൻ എന്ന് വെച്ചാൽ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടിയെ ബൈൻഡ് ചെയ്യില്ലേ? ബൈൻഡ് ചെയ്യും. അത് പക്ഷേ അല്ല സാറേ, അത് കോണ്ടക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനല്ലല്ലോ, അതൊരു അഡ്മിഷൻ എന്നുള്ള ആസ്പെക്റ്റിലേക്ക് പോകുമോ? അത് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ വരില്ലേ? അഡ്മിഷൻ 17 to 21 അഡ്മിഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ചിലപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അഡ്മിറ്റ് ചെയ്താൽ കോടതി ചില കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്താൽ നോ ഇതിൽ വരില്ല, സെക്ഷൻ കോണ്ടക്ട് 8 വരില്ല. അതെ, ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ വരും. ഇപ്പം നമ്മൾ ചെന്നിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കില്ലേ, കത്തി ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം സെക്ഷൻ 8 വരും. ഇപ്പോൾ സെക്ഷൻ 27 റിക്കവറി പിന്നീട് പഠിക്കും. സെക്ഷൻ 27 റിക്കവറി എന്ന് വെച്ചാൽ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കയറിപ്പോയി പറഞ്ഞു പോകാം നമുക്ക്. സെക്ഷൻ 27 റിക്കവറി ഇതിനകത്ത് ക്രിമിനൽ കേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ആദ്യം പോലീസുകാർ ചെയ്യുന്ന അയാളെ ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ ചെയ്താൽ അയാളുടെ ഇത് മുഴുവൻ എഴുതിയെടുക്കും, അയാൾ പറയുന്ന മുഴുവൻ എഴുതിയെടുക്കുന്നതാണ് സെക്ഷൻ CRPC 160 പ്രകാരം. ഒരു എനി പേഴ്സൺ ഹൂ ഈസ് അക്വൈൻറ്റഡ് വിത്ത് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ദ കേസ് അയാളുടെ മൊഴി എഴുതിയെടുക്കും, പോലീസുകാർ എഴുതിയെടുക്കും. ആ മൊഴി എഴുതിയെടുക്കുന്നതാണ് നമുക്ക് ഈ ചാർജ് ഷീറ്റ് കിട്ടുമ്പോൾ സാക്ഷി മൊഴിയായിട്ട് കിട്ടുന്ന 161 സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ആ മൊഴി എഴുതിയെടുത്താണ്. ഈ 161 സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് 162 CRPCയിൽ പറയും. അത് കോൺട്രാഡിക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ. അതെ, എങ്കിലും അതിനൊരു എക്സെപ്ഷനായിട്ട് പറയുന്നത് സെക്ഷൻ 27 സെക്ഷൻ 32 ഒരു മരണമൊഴിയാണ്. ഇപ്പോൾ ഒരാൾ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ എന്നെ കുത്തി എന്ന് പറഞ്ഞു, അന്ന് വെറും 324 ആയിരുന്നു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് കുത്തേറ്റ് ഇയാൾ മരിച്ചു പോയാൽ 161 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതാണെങ്കിൽ പോലും അത് മരണമൊഴി ആയതുകൊണ്ട് സെക്ഷൻ 38 വരുന്നതുകൊണ്ട് അഡ്മിസിബിൾ ആവും. അതുകൂടാതെ പ്രതിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾ കാര്യം മുഴുവൻ പറയും, ഞാൻ അവിടെ നിന്ന് പോയി ഞാനൊരു വാക്കത്തിമിടാം എന്ന് പറയുകയാണ്. അപ്പോൾ പോലീസുകാരെന്ത് എന്നെ കൊണ്ടുപോയാൽ ഞാൻ കാണിച്ചു തരാമെന്നുള്ളതൊക്കെ എഴുതിയെടുത്തിട്ട് അവർ പ്രതി ആനയിച്ച വഴിയെ പോയി അത് കണ്ടെടുത്തു, അയാൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലത്ത് എടുത്തു, അത് അഡ്മിസിബിളായിട്ട് വരും. അത് നമ്മൾ അതെ ദാറ്റ് മച്ച് ഓഫ് ദ പോർഷൻ ഈസ് റെലവൻ്റ് എന്ന് പറഞ്ഞു അത് പഠിപ്പിക്കാം. 27 വരുമ്പോഴേക്ക് അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിനകത്ത് എങ്ങനെയെന്ന് വെച്ചാൽ 161 സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പറയുന്ന
കത്തി ഞാൻ ഇപ്പോൾ കുത്തിയ കത്തി അല്ലെങ്കിൽ വെട്ടിയ കത്തി എന്ന് പറഞ്ഞാൽ കുത്തിയാന്നും വെട്ടിയാന്നും അല്ലെങ്കിൽ കളവ് ചെയ്ത മോതിരം എന്ന് പറഞ്ഞാൽ കളച്ചെടുത്താന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ പാടില്ല. അതെല്ലാം കൺഫെഷനിലെ സെക്ഷൻ 25 പ്രകാരം കൺഫെഷൻ നോ കൺഫെഷൻ മെയ്ഡ് ടു എ പോലീസ് ഓഫീസർ ഷാൽ ബി പ്രൂവ്ഡ് ആസ് അഗൻസ്റ്റ് എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ്. ഇതിങ്ങനെ പറയണമെങ്കിൽ എത്ര ദിവസം ഞാൻ പഠിച്ചിട്ടാണ് ഈ സെക്ഷൻ 25 പഠിച്ചതെന്ന് അറിയോ? നമ്മൾ വിചാരിക്കും ഇത് എളുപ്പമാണ് പറയാമെന്ന് വിചാരിക്കും, പക്ഷേ എളുപ്പമല്ല. നിങ്ങളൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കണം. ഈ സെക്ഷൻ 25 കുറച്ചേ ഉള്ളൂ. 1-2 തവണ വായിച്ചിട്ടൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. പറ്റില്ല, നമുക്കറിയാം സംഗതി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. പക്ഷെ അത് നോക്കി പഠിക്കണം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കാണാപ്പടം പഠിക്കാണ്ട് പറ്റില്ല, ഇത്തിരി സ്ട്രിക്റ്റ് ആവുമല്ലേ. പക്ഷേ കാണാപ്പടം പഠിച്ചാൽ അതിൻ്റെ ഗുണങ്ങളുണ്ട്. നമ്മൾ കോടതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഓഫൻഡായിട്ട് നമുക്ക് പറയാം. സെക്ഷൻ 27 ഒക്കെ ഞാൻ പറഞ്ഞു വന്ന സെക്ഷൻ 27 ഈ സംഗതികൾ ഇങ്ങനെ ഇത് അഡ്മിസിബിളായിട്ട് വരുമല്ലോ. ഇങ്ങനെ എന്നെ കൊണ്ടുപോയാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വരും. പക്ഷേ അത് ചിലയിടത്ത് പറ്റാത്ത സ്ഥലത്ത് പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ 8. പ്രതി അവിടെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ചു, ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു എന്ന് പറയും. അതെല്ലാം സെക്ഷൻ 8 പ്രകാരം അഡ്മിസിബിളായിട്ട് വരും. പിന്നെ വേറൊരു സംഗതിയുണ്ട്, എക്സ്പ്ലനേഷൻ 1ഉം 2ഉം ഉണ്ട്. ദ വേർഡ് കോണ്ടക്ട് ഇൻ ദിസ് സെക്ഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് unless those statements accompany and explain acts other than statements, but this explanation is not to affect the relevancy of statements under any other section of this act. 2. When the conduct of any person is relevant, any statement made to him or in his presence and hearing which affects his conduct is relevant. കൊലപാതകം നടന്ന ഒരാൾ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ നിൽക്കണം. അപ്പോൾ വേറെ ഒരാൾ പറഞ്ഞു, എടാ പോലീസുകാർ അവനെ പിടിക്കാനായിട്ട് നടക്കണ്ടെന്നാണ് കേട്ടതെന്ന് കേട്ടുടനെ ഇയാൾ അവിടെ നിന്ന് മാറി ഓടിക്കളഞ്ഞു. അതാണ് ഈ എക്സ്പ്ലനേഷൻ 2 റെലവൻ്റ് ആയിട്ട് വരുന്നത്. വെൻ ദ കോണ്ടക്ട് ഓഫ് എനി പേഴ്സൺ ഈസ് റെലവൻറ്റ്, എനി സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ടു ഹിം ഓർ ഇൻ ഹിസ് പ്രസൻസ് ആൻഡ് ഹിയറിംഗ് വിച്ച് അഫക്ട്സ് സച്ച് കോണ്ടക്ട് ഈസ് റെലവൻറ്റ്. ഇനി ഇതിനകത്ത് K വരെയുള്ള ഇലിസ്ട്രേഷൻ ഉണ്ട്. ഇത് വായിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ പിന്നെ ശരി ഞാൻ വായിക്കാൻ പോവാം കേട്ടോ. കുറേശ്ശെ വായിച്ച് പോകണം. വായിച്ച് ഒന്ന് കേട്ടിട്ട് പോയാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വർക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്ന് വായിച്ച് എന്താണെന്ന് നമ്മൾ ഒരിക്കലും വായിക്കാറില്ല ഈ എവിഡൻസ്. ഇത് കുറേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട, എന്തെങ്കിലും നോക്കണ്ട. പക്ഷേ അത് വായിച്ച് വരുമ്പോഴേക്കും കുറേ കഴിയുമ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് അസ്. ഇലിസ്ട്രേഷൻ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ വായിക്കട്ടെ. ആദ്യത്തത്, എ ഈസ് റൈറ്റ് ഫോർ മർഡർ ഓഫ് ബി. ദ ഫാക്ട് ദാറ്റ് എ മർഡേഡ് സി, ദാറ്റ് ബി ന്യൂ ദാറ്റ് എ ഹാഡ് മർഡേഡ് സി ആൻഡ് ദാറ്റ് ബി ഹാഡ് ട്രൈഡ് ടു എക്സ്റ്റോർട്ട് മണി ഫ്രം എ ബൈ ത്രെറ്റനിങ് ടു മേക്ക് ഹിസ് നോളജ് പബ്ലിക് ആർ റെലവൻറ്റ്. അപ്പു എന്ന് പറഞ്ഞാൽ ബാബു, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബാബു എന്ന് പറഞ്ഞാൽ കൊന്നിട്ട് അങ്ങനെ ഒരാളെ കൊന്നു. കൊല്ലാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ച ആൾക്ക് അറിയാമായിരുന്നു ഇയാൾ വേറൊരാളെ കൊന്ന കാര്യം മരിച്ച ആൾക്ക് അറിയാമായിരുന്നു. അയാൾ അത് വെച്ച് ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ കൊന്നത്. മോട്ടീവ് കാണിക്കാൻ പറയണതാണ്. എ ഈസ് റൈറ്റ് ഫോർ ദ മർഡർ ഓഫ് ബി. ദ ഫാക്ട് ദാറ്റ് എ മർഡേഡ് സി, വേറൊരാളെ കൊന്നു എന്നുള്ളത്, that B knew that A had murdered C and that B had tried to extort money from A by threatening to make his knowledge public. മനസ്സിലായോ? അത് ഒരാളെ കൊന്നിട്ടുണ്ട്, അത് വേറൊരുത്തൻ അറിയാമായിരുന്നു. അത് വെച്ചിട്ട് ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തവനെ എ കൊന്നു. അപ്പോൾ അതിലെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ മറ്റേയാളെ കൊന്ന വിവരം ഇയാൾ അറിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മോട്ടീവ് റെലവൻ്റ് ആണെന്ന് കാണിക്കാനുള്ള ഒരു ഇലിസ്ട്രേഷനാണ് ഇത്. A sues B upon a bond for the payment of money. B denies the making of the bond. The fact that at the time when the bond was alleged to be made, B required money for a particular purpose is relevant. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇത് ഈ ഇംഗ്ലീഷ് വായിച്ചു വരുമ്പോഴേ മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ കുറച്ച് സമയം പിടിക്കും. ഞാൻ മലയാളത്തിൽ ആ ഇലിസ്ട്രേഷൻസ് എഴുതിയേക്കണ വായിച്ചോട്ടെ, കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും.
ബി വേണ്ട, ഞാൻ സി വായിക്കാം. ബിയെ വിഷം കൊടുത്ത് കൊല ചെയ്തതിന് എ വിചാരണ ചെയ്യപ്പെടുകയാണ്. ബിയുടെ മരണത്തിന് മുമ്പ് ബിക്ക് കൊടുത്തതുപോലുള്ള വിഷം എ സമ്പാദിച്ചു എന്ന വസ്തുത പ്രസക്തമാണ്. ഇവിടെ നമ്മൾ പ്രിപ്പറേഷനെ കുറിച്ച് പറയില്ലേ, ഇതിൽ പ്രിപ്പറേഷൻ, മോട്ടീവ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രീവിയസ് ആൻഡ് സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റാണ് സെക്ഷൻ 8 പ്രകാരം വന്നത്. അപ്പോൾ ഈ വിഷം മേടിച്ചു എന്നുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനായിട്ട് വരും. അപ്പോൾ അത് റെലവൻ്റ് ആണെന്ന് പറയുന്നതാണ്. ഇനി ഡിയിൽ ഒരു രേഖ എയുടെ മരണപത്രമാണോ എന്നതാണ് വിഷയം. അത് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ വായിച്ചാലും വലിയ കുഴപ്പമില്ല. The question is whether a certain document is the will of A. The fact that not long before the date of alleged will, A made inquiry into matters to which the provisions of the alleged will relate, that he consulted vakils in reference to making the will, and that he caused drafts or other wills to be prepared of which he did not approve, are relevant. ഒരു തർക്കം വന്നു, ഈ വില്ല് ഉണ്ടാക്കിയതാണോ എന്താ, ഇങ്ങനെ ശരിയായിട്ടുള്ള വില്ലാണ്. സിവിൽ കേസിൽ എപ്പോഴും ഇവിടെയൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ആ വില്ലിന് വേണ്ടി ഇയാൾ കുറേ പ്രിപ്പറേഷൻ നടത്തി എന്ന് കാണിക്കുന്നത്. പ്രിപ്പറേഷൻ ഏത് സെക്ഷൻ പ്രകാരം അഡ്മിസിബിൾ റെലവൻ്റായിട്ട് വരുന്നത്? സെക്ഷൻ 8 പ്രകാരമാണ്. എനി ഫാക്ട് which shows or which constitute a motive, preparation or previous or subsequent conduct എല്ലാം സെക്ഷൻ 8 പ്രകാരം റെലവൻ്റ് ആണ്. പിന്നെ A is accused of a crime. The fact that either before or at the time of or after the alleged crime, A provided evidence which would tend to give to the facts of the case an appearance favorable to himself, or that he destroyed or concealed evidence, or prevented the presence or procured the absence of persons who might have been witnesses, or suborned persons to give false evidence respecting it, are relevant. അതായത് കേസിലേക്ക് നമ്മൾ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യുക, അല്ലെങ്കിൽ കള്ളത്തെളിവ് ഉണ്ടാക്കുക, ഇതെല്ലാം ഈ സെക്ഷൻ 8 വരുന്നതാണ്. അപ്പോൾ പ്രിപ്പറേഷൻ വരും, മോട്ടീവ് വരും, ഈ ഫാക്റ്റിന് ഇഷ്യൂയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, അതാണ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കോണ്ടക്റ്റ് ഫാക്റ്റിന് ഇഷ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ള ആസ്പെക്റ്റിലാണ് കള്ളത്തെളിവുകൾ കൊടുക്കുമ്പോൾ അത് വരുന്നത്. പിന്നെ അടുത്തത്, the question is whether A robbed B. The fact that after B was robbed, C said in A's presence, the police are coming to look for the man who robbed B, and that immediately afterwards A ran away, are relevant. അതാ എക്സ്പ്ലനേഷൻ 2 പറയും. ഒരു ആളുടെ കോണ്ടക്റ്റ് റെലവൻ്റ് ആകുമ്പോൾ അയാളുടെ ഹിയറിങ്ങിൽ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ അപ്പോൾ എന്ത് കോണ്ടക്റ്റ് കാണിക്കുന്നു എന്നുള്ളത് റെലവൻ്റാണ്. കുറ്റം ചെയ്ത ആൾ അവിടെ നിൽക്കുമ്പോൾ അയാൾ അറിയാണ്ട് പോലീസ് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അയാൾ വിട്ടു കഴിഞ്ഞാൽ അത് കേസിൽ ഒരു റെലവൻറ്റ് പീസ് ഓഫ് എവിഡൻസ് ആയിട്ട് കൊണ്ടുവരാം. അടുത്തത്, A is accused of a crime. The facts that after the commission of the alleged crime he absconded or was in possession of property or the proceeds of property acquired by the crime, or attempted to conceal things which were or which might have been used in committing it, are relevant. ഈ കോണ്ടക്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും. അബ്സ്കോണ്ട് ചെയ്തത് വരും, അതുപോലെ കളവ് മുതൽ മേടിച്ച് വയ്ക്കുക, സ്റ്റോളൻ പ്രോപ്പർട്ടി മേടിച്ച് വെച്ചാൽ അതെല്ലാം ഈ കോണ്ടക്റ്റ്, കളവ് മുതൽ മേടിച്ച് വെച്ചിട്ട് അതെല്ലാം സെക്ഷൻ 114 വരുന്ന കാര്യങ്ങളാണ്. ഈ കേസിൻ്റെ ഗതിയെ മാറ്റിമറിക്കാൻ അതിൽ കള്ളത്തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ കേസ് ഉണ്ടായതിനു ശേഷം തെളിവ് നശിപ്പിക്കുക, ഇതെല്ലാം സെക്ഷൻ 8 കവർ ചെയ്യുന്നതാണ്. ഒന്നും കൂടി പറയാം, സെക്ഷൻ 8 വരുന്നത് മോട്ടീവ് ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്, കോണ്ടക്റ്റ് ഉണ്ട്, പ്രീവിയസും സബ്സിക്വൻറ്റ് കോണ്ടക്റ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരാളുടെ കോണ്ടക്റ്റ് റെലവൻ്റ് ആണെങ്കിൽ അയാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളതും